ശിവശങ്കരേട്ടാ, അതെ, ദൈവം കൈവിട്ടിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളൂ. ഇന്ന രോഗമെന്നില്ല, എത്ര പഴകിയ രോഗമെന്നില്ല, ഏത് രോഗവും മാറ്റുന്നൊരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെ? കവലയിലെ ആൾത്തറയില് 1/2 മണിക്കൂർ ഇരുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ എന്തൊക്കെ മഹാത്ഭുതങ്ങൾ അങ്ങനെ അവിടെ കാട്ടിക്കൂട്ടിയേ. ഇവിടെ കഞ്ഞാണാട്ട അച്ഛനെ കാഴ്ച കിട്ടി. ചൊറി പിടിച്ച കുഞ്ഞിരാമനെ ഒന്ന് തൊട്ട് തലോടിയതേ ഉള്ളൂ. ചൊറിന്റെ അഡ്രസ്സേ ഇല്ല. ഇതൊക്കെ സത്യമാണോ? അതാ പറഞ്ഞത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല എന്ന്. അതെ, സിദ്ധ ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേൾക്കണത്. ഒന്ന് ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞോളൂ. എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. അമേരിക്കയിൽ മരുന്ന് ഫാക്ടറിയുടെ സമരം തീർന്നു. പെട്ടെന്നൊരാളയക്കണം എന്ന് വെച്ചാൽ വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കണം നടത്തും. ആ പണപ്പെട്ടിക്ക് എടുത്തോളൂ. പണപ്പെട്ടി എടുക്കാതെ കാര്യം നടക്കുമെന്ന് നോക്കട്ടെ. അതെങ്ങനെ നേരെ? ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൂടെ കഴിയട്ടെ. അതെന്താ? ഇപ്പൊ തീർന്നിട്ട് അതൊക്കെ പിന്നെ പറയാം. തിരുമേനി, സ്വാമി കുഞ്ഞിഷ്ണാനന്ദയ്ക്ക് ഒരു ഉഗ്രൻ എതിരാളി വന്നിരിക്കുന്നു. ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞോളൂ. എഴുന്നേൽക്കൂ വത്സ, എഴുന്നേൽക്കൂ. ഓം ജഗദ്ഗുരു. പുത്രീ ദുഃഖമാണല്ലേ? എല്ലാം നാം അറിയുന്നു. സവിധത്തിലെത്തിയത് ഭാഗ്യമായി. പുത്രിയെ നാം സംരക്ഷിച്ചുകൊള്ളാം. ആദ്യം അവളെ നേരിൽ കൺപാർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ചെയ്യാ സ്വാമി. ഓം ജഗദ്ഗുരു. ഓം ജഗദ്ഗുരു. ഈ ഫോട്ടോയിൽ കാണുന്നത് കാഷായ വസ്ത്രധാരിയായ ഞാൻ തന്നെയാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ദേവി മഹാമായേ. ഉണ്ണി പറഞ്ഞതനുസരിച്ച് ഭ്രാന്ത് അഭിനയിക്കുന്നവരെ അറിഞ്ഞു. ഇതിനൊരു അവസാനം വേണ്ടേ? അത് നാളെയാണ്. ഞാനിവിടെ ഒരു ഹോമം നടത്തും. മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിച്ചോളാം. ഞാനിപ്പോ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാണ്. മയങ്ങിയും കിടന്നാൽ മതി. രാമം ദശരഥം വിദ്ധിമാം വിത്തി ജനകാത്മജാം. കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങാൻ പോവുകയാണ്. കുട്ടി ഉറങ്ങാൻ എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ? ഉണ്ണികൃഷ്ണനെ പറ്റിയ അവൻ വിചാരിച്ചാലേ ഈ ഭ്രാന്ത് ശമിക്കൂ. അവൻ നാട് വിട്ടു പോയി സ്വാമി. അവനെ ഈ നാട്ടിൽ നിന്ന് ഓട്ടിച്ചു എന്നുള്ളതല്ലേ സത്യം? സാരമില്ല, അവൻ വരും. ഞാൻ വരുത്തും. നാളെ ഇവിടെ ഒരു ഹോമകുണ്ടം പുകയണം. അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം. എല്ലാം ശുഭമാണ്. നമുക്ക് സമയമായി. എറിയണമെങ്കിൽ ഉണ്ണീഷ്ടം വരുമോ സ്വാമി? വരും. കർമ്മങ്ങൾ ചെയ്യും. കൂടെ വരും. ഇതാണ് ഞങ്ങളുടെ ലോക്കൽ സ്വാമി, സ്വാമി കുഞ്ഞിഷ്ണാനന്ദ. കുഞ്ഞു കൃഷ്ണാനന്ദ. അങ്ങനെ ഒരു നാമം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കാശിയിലോ ഗംഗാതടത്തിലോ ഹിമാലയത്തിലോ ഈ മുഖം കണ്ടതായി ഓർക്കുന്നുമില്ല. നാം ഹരിയാനയിലെ ഒരു ഗുഹയിലായിരുന്നു. വല്ല ദുഷ്കർമ്മവും ചെയ്ത് പോലീസിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചതാവും. അല്ല, തപസ്സായിരുന്നു. ഓഹോ. ആട്ടെ, വേദോപനിഷത്തുകളിലൊക്കെ നല്ല അവഗാഹമുണ്ടോ? അഗവാഹം. എന്ത്? അഗവാഹമല്ല, അവഗാഹം ഉണ്ടോ? ഒരുപാട് കപട സന്യാസികൾ നാട്ടിലിറങ്ങിയിരിക്കുന്ന കാലമാണേ. സാമവേദത്തിലെ ദർശനങ്ങളെ അധക്കരിച്ച് നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. വരൂ. ഓ, അതിനെന്താ? പക്ഷെ 9 മണിക്ക് ശേഷം നാം സാമവേദം തൊടാറില്ല. സ്വാമി അഡ്രസ് കൊടുത്ത് ഏൽപ്പിച്ചാൽ ഒരു ദിവസം 9 മണിക്ക് മുമ്പായിട്ട് എവിടെയാച്ചാൽ നാം വരാം സംവാദത്തിനേ. അച്ഛനെന്നെ വിളിച്ചോ? വാ, നാട് വിട്ടുപോയ നീ തിരിച്ചു വന്ന് അറിഞ്ഞ്
നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാള് നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആരാച്ചാ? പ്രിയപ്പെട്ട ആള് ഞാൻ മറവിന്ന് പുറത്തേക്ക് വരാം. ഇത് കംസനല്ലേ അച്ഛാ? സ്വന്തം പെങ്ങളുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന കംസൻ. പക്ഷെ കംസൻ ഇപ്പോ ഉണ്ണികൃഷ്ണന്റെ സഹായം എന്തോ വേണത്രേ. ഉണ്ണികൃഷ്ണൻ ഇനി ഒരു ദൗത്യമേ ബാക്കിയുള്ളൂ. അതെന്താണ്? കംസവധം. ഏതോ ഒരു സിദ്ധം പറഞ്ഞത്രേ അയാള് ജപിച്ചിരുന്ന ഭസ്മം നീ ഇയാടെ മകളുടെ ദേഹത്തിട്ട് അവിടെ ഭ്രാന്ത് മാറുമെന്ന്. അങ്ങനെ അവളുടെ ഭ്രാന്ത് മാറിയിട്ട് എനിക്കെന്താ പ്രയോജനം? കേട്ടില്ലേ? എന്താ വേണ്ടച്ചാ ചോദിച്ചോളൂ ഉണ്ണീഷ. ഓ, എന്ത് ചോദിച്ചാലും ഉടനെ തരുന്ന ആളാന്നറിയാം. ഞാനിപ്പൊ പഴയ ആളല്ലുണ്ണി. ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി, അബദ്ധങ്ങൾ ചെന്ന് ചാടി. അതെല്ലാം മറക്കുക. ഉണ്ണിക്കിപ്പൊ എന്താ വേണ്ടത്? വാക്കുമാറ്റത്തിൽ ബിരുദം എടുത്ത ആളാണല്ലോ അമ്മാവൻ. അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക. ഞാൻ വരാം, ഭസ്മം അറിയാം. പക്ഷെ ഭ്രാന്ത് മാറിയാൽ അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. എന്തു പറയുന്നു? എനിക്ക് എന്റെ മോടെ സൂക്കേട് മാറി കണ്ടാ മതി. അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലക്കണം. നിലച്ചതിന് ശേഷം അവര് കെട്ടിക്കൊള്ളും. നീ എന്നതാടാ പോയി പറയുന്നത്? അന്ന് പേരിലൊരു താലി കെട്ടിയിരുന്ന ഈ പ്രശ്നം വല്ലതും ഉണ്ടാവായിരുന്നു? താലി കെട്ടാൻ നോക്കിയപ്പോഴോടെ നിലവിളക്ക് കൊണ്ട് അവൾ എന്റെ തലക്കടിച്ചത്. ഓ, ഭസ്മം എറിഞ്ഞാ ഭ്രാന്ത് മാറും. അതെന്നാ ഭസ്മം ഉണ്ടാവേ? നമ്മുടെ ചികിത്സ പോലെ അവിടെ ഭ്രാന്ത് ഒരു അഭിനയമാണോ? താൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പറയടോ. എനിക്കൊന്ന് ആലോചിക്കണം. എന്റെ കർത്താവെ, ചാള കുഴയുന്നല്ലോ കുഴഞ്ഞല്ലോ. ഓം ജഗദ്ഗുരു ഓം രാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാം അയോധ്യാമാടീവം കിത്തികിച്ചാത്തതായതാസുഖം കൃഷ്ണായ ചിത്രബ്രഹ്മായ ഓം ശ്രീരാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാം അയോധ്യാമാടീവം വിദ്യകിച്ചാത്തതായതാസുഖം ഓം ശ്രീ കൃഷ്ണായ ചിത്രബ്രഹ്മ സർവനമസ്കർമ്മങ്ങൾ ചുടലേക്ഷി വാഗേക്ഷി സ്വാഹ 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 ഓം ജഗദ്ഗുരു ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഇന്ദുലേഖായ ചിത്രബ്രഹ്മായ ഉണ്ണികൃഷ്ണായ സ്വാഹ. എന്തോ? ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുചൊല്ലണം. ഓ. പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ സ്വാഹ. അർപ്പണേ സ്വാഹ. കൈനീട്ടു. കൈനീട്ടു. കൈനീട്ടാൻ ജഗന്യന്താവിനെ ധ്യാനിച്ച് ആ മൂർധാവിലേക്ക് എറിയ. എളുപ്പമാവട്ടെ എളുപ്പമാവട്ടെ. നിർത്തൂ. ഭസ്മമറിയാൻ വരട്ടെ. ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ്. നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കുകയുള്ളൂ. ഉണ്ണി അവളെ വിവാഹം ചെയ്യും. അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി. ഈ ഭസ്മം എറിഞ്ഞാൽ അതോടെ അവളുടെ കാഴ്ചശക്തി ഇല്ലാതാകും. അവൾ അന്ധയാകും. ആര് പറഞ്ഞു ഈ അസംബന്ധം? ആരും പറയും ഇത് അസംബന്ധമാണെന്ന്. ആ കുട്ടിയുടെ അസുഖം മാറണം, അത്രയല്ലേ വേണ്ടൂ. ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും. ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും. അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതാണ് ത്യാഗം. വത്സ, ഉണ്ണികൃഷ്ണ, നീ വസ്തു പറയൂ. അമ്മാവാ, ഇന്ദുവിന്റെ കണ്ണുകൊണ്ടാ പോകുന്നു.